കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോളൻ ഗ്രെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേം പ്ലാന്റ്സിലെ മെയിൽ ഗമീറ്റോഫൈറ്റ് ആണ്. ആൻജിയോസ്പേം പ്ലാന്റ്സ് വെച്ചാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മെയിൽ ഗമീറ്റോഫൈറ്റ്സിനെയാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസിലെയും പോളൻ ഗ്രെയിൻസ് ഓരോ പോലെ ആയിരിക്കും. അതിന്റെ കളറിലായിക്കോട്ടെ, ഷേപ്പിലായിക്കോട്ടെ, സൈസിലായിക്കോട്ടെ, അതിലൊക്കെ വ്യത്യസ്തത കാണിക്കുന്നവരാണ്. പോളൻ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ചെയ്യുന്നത് 2 ലെയേർഡ് വാൾ ആയിരിക്കും. 2 ലെയേർഡ് വാൾ ആണ് പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഔട്ടർ ലെയറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇന്നർ ലെയറും ഉണ്ടായിരിക്കും. ഔട്ടർ ലെയറിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്, ഇന്നർ ലെയറിനെ ഇൻഡൈൻ എന്ന് പറയും. അപ്പോൾ 2 ലെയേർഡ് വാൾ ആണ് പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയറിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്, ഇന്നർ ലെയറിനെ ഇൻഡൈൻ എന്ന് പറയും. ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ ഹാർഡ് ലെയർ ആണ്. ഈ ഹാർഡ് എക്സൈൻ ലെയർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ആണ് സ്പോറോപൊളിനിൻ. അപ്പോൾ എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. സ്പോറോപൊളിനിൻ ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇതിന് ഹൈ ടെമ്പറേച്ചറിനെ, സ്ട്രോങ് ആസിഡ്സ്, ആൽക്കലീസ് ഇതിനെല്ലാം തന്നെ ടോളറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, സ്പോറോപൊളിനിൻ എന്ന് പറയും. ഇത് എപ്പോഴും ഓർത്തു വയ്ക്കുക, കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് സ്പോറോപൊളിനിൻ. സ്ട്രോങ് ആസിഡ്സ്, ആൽക്കലീസ്, ഹൈ ടെമ്പറേച്ചർ ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഒരാളാണ് ഇതെന്ന് പറയുന്നത്, സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സൈൻ എടുത്തു കഴിഞ്ഞാൽ ആ എക്സൈനിൽ ചെറിയ ചെറിയ അപ്പർച്ചേഴ്സ് പ്രസന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ചെറിയ ഓപ്പണിങ്സ് അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ ഏതിനകത്ത് പ്രസന്റ് ആയിരിക്കും, എക്സൈനിൽ പ്രസന്റ് ആയിരിക്കും. ഈ ഹോൾസിനെയാണ് ജേം പോർസ് എന്ന് പറയുന്നത്. ജേം പോർസ് ഉള്ള സ്ഥലങ്ങളിൽ സ്പോറോപൊളിനിൻ ആബ്സെന്റ് ആയിരിക്കും. ജേം പോർസ് വഴിയാണ് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്. പോളൻ ട്യൂബ് അല്ലെങ്കിൽ ജേം ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് ഏത് വഴിയായിരിക്കും, ജേം പോർസ് വഴിയായിരിക്കും. ആ ജേം പോർസ് ഉള്ള സ്ഥലങ്ങളിൽ സ്പോറോപൊളിനിൻ ആബ്സെന്റ് ആയിരിക്കും. ഇതാണ് ഔട്ടർ ലെയറിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇന്നർ ലെയർ നേരത്തെ പറഞ്ഞതാണ്, ഇന്നർ ലെയറിനെയാണ് ഇൻഡൈൻ എന്ന് പറയുന്നത്. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടുമാണ്. ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടുമാണ്. ഓക്കെ, നമ്മളൊരു മെച്യൂർ പോളൻ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 സെൽസ് പ്രസന്റ് ആയിരിക്കും. അതിനെയാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. രണ്ടാമത്തെ സെല്ലിനെ ജനറേറ്റീവ് സെൽ എന്ന് പറയും. അപ്പൊ 2 സെൽസ് ആണ് ഒരു മെച്യൂർ പോളൻ ഗ്രെയിനിൽ ഉണ്ടായിരിക്കുക. ലാർജ് സെല്ലിനെയാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത്. ജനറേറ്റീവ് സെല്ല് സ്മോൾ സെല്ലാണ്. ഈ ലാർജ് സെല്ലായിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലില് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് വെജിറ്റേറ്റീവ് സെല്ലിലാണ്. വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സെല്ലാണ് ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ മെച്യൂർ പോളൻ ഗ്രെയിൻസ് കൺസിസ്റ്റ് ചെയ്യുന്നത് 2 സെൽസ് ആയിരിക്കും. ലാർജ് സെല്ലിനെ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും, സ്മോൾ സെല്ലാണ് ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പാറി കിടക്കുന്ന സെല്ലാണ് ഏതെന്ന് പറയുന്നത്, ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂരിഭാഗം കേസസിലും, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 60% കേസസിലും പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് റിലീസ് ആവുന്നത് 2 സെൽഡ് കണ്ടീഷനിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിൽ വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാവും, ജനറേറ്റീവ് സെൽ ഉണ്ടാവും. അപ്പൊ ഈ 2 സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ 2 സെൽഡ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ ഈ 2 സെൽഡ് കണ്ടീഷനിലായിരിക്കും ഒരു 60% കേസസിലും 60% സ്പീഷീസിലും പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ബാക്കി വരുന്ന കേസസിൽ ഇതിനകത്ത് വരുന്ന ജനറേറ്റീവ് സെല്ല് മൈറ്റോസിസ് നടന്ന് മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും. ജനറേറ്റീവ് സെല്ലില് മൈറ്റോസിസ് നടന്നിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും. അപ്പൊ മൊത്തം 3 സെൽസ് വരും. ഏതൊക്കെ വരും? വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാവും, ജനറേറ്റീവ് സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാവും. അപ്പൊ രണ്ട് മെയിൽ ഗമേറ്റ്സും
ഒരു വെജിറ്റേറ്റീവ് സെല്ലും ചേർന്ന് 3 സെൽസ് വരും. അപ്പൊ 3 സെൽഡ് കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ബാക്കിയുള്ള കേസസിൽ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത് ചിലപ്പോൾ 3 സെൽഡ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ 60% വരുന്നതിലൊക്കെ 2 സെൽഡ് കണ്ടീഷനിലായിരിക്കും പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത്. ബാക്കി വരുന്ന കേസസിൽ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത് 3 സെൽഡ് കണ്ടീഷനിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്. പോളൻ ഗ്രെയിൻസ് എനർജി റിച്ച് ആണ്. എനർജി റിച്ച് ആയതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിനെ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സിറപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പോളൻ ടാബ്ലറ്റ്സ്, പോളൻ സിറപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പോളൻ ടാബ്ലറ്റ്സിനെയൊക്കെ ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാം. കൂടുതലും ഇത് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ എനർജി റിച്ച് ആയതുകൊണ്ട് തന്നെ അത്ലറ്റ്സും അതുപോലെ തന്നെ റൈസ് ഹോഴ്സേഴ്സും ഒക്കെ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോളൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ അഡ്വാൻറ്റേജസ് പറയുന്ന പോലെ തന്നെ എന്തും ഉണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. ചില സ്പീഷ്യസിന്റെ ഒക്കെ പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കുന്നവരാണ്. ചിലവർക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചിലതിൻ്റെയൊക്കെ പോളൻ ഗ്രെയിൻസ് വരുമ്പോൾ അത് വല്ലാത്തൊരു അലർജി, ചിലവർക്ക് അലർജി ഉണ്ടായിരിക്കും, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും, ശ്വാസം എടുക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ആസ്മ പോലെയുള്ളവർക്കാണെങ്കിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചില സ്പീഷ്യസിന്റെ പോളൻ ഗ്രെയിൻസ് അലർജി കോസ് ചെയ്യാറുണ്ട്. ചില പോളൻ ഗ്രെയിൻസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആസ്മ പോലെയുള്ള ബ്രോങ്കൈറ്റിസ് ഒക്കെ പോലെയുള്ള ചില സീരിയസ് ആയുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ കാരണമാവാറുണ്ട്. ചില സ്പീഷ്യസിന്റെ പോളൻ ഗ്രെയിൻസ് കാരണമാകാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വീറ്റിന്റെ കൂടെ, ഗോതമ്പിന്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഷ്രബാണ് ഏതെന്ന് പറയുന്നത്, പാർത്തീനിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയും. ഈ പാർത്തീനിയം പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു ഷ്രബാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വീറ്റിന്റെ കൂടെ വന്നിട്ടുള്ള ആളാണ് ഏതെന്ന് പറയുന്നത്, പാർത്തീനിയം എന്ന് പറയുന്നത്. അലർജി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നതാണ് പോളൻ വയബിലിറ്റി. പോളൻ വയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളൻ ഗ്രെയിന് അതിന്റെ ആന്തറിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം അത് ആക്റ്റീവായി നിലനിൽക്കും, അതായത് എത്ര നേരം അത് ഫങ്ഷൻ ആയിട്ട് നിലനിൽക്കും, ആ ഒരു പീരീഡ്, ആ ഒരു ഡ്യൂറേഷനെയാണ് ആ പോളൻ ഗ്രെയിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോളൻ വയബിലിറ്റി ഓരോ സ്പീഷ്യസിനും ഓരോ പോലെയായിരിക്കും വരുന്നത്. അപ്പൊ ചില കേസസിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം മാത്രമേ പോളൻ വയബിൾ ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പൊ വീറ്റ് അതുപോലെ തന്നെ റൈസ് അതിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 30 മിനിറ്റോളമാണ് പോളൻ വയബിൾ ആയിട്ട് നിൽക്കുന്നത് അതിന്റെ ആന്തറിൽ നിന്നും ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ലെഗൂമിനേഴ്സെ അതുപോലെ തന്നെ റോസേസിയെ ഫാമിലിയുടെ ഒക്കെ കേസിലാണെങ്കിൽ മാസങ്ങളോളം പോളൻ ഗ്രെയിൻസിന് വയബിലിറ്റി ഉണ്ടായിരിക്കും. മാസങ്ങളോളം വയബിൾ ആയിട്ട് നിലനിൽക്കാറുണ്ട്. നമുക്ക് പോളൻ ഗ്രെയിൻസിനെ ഒത്തിരി കാലം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഫർദർ യൂസസിന് വേറെ എന്തെങ്കിലും ഒരു യൂസ് വരികയാണെങ്കിൽ അത്രയും വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു കേടുപാടും വരാതെ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ലിക്വിഡ് നൈട്രജനിലായിരിക്കും. ആ ലിക്വിഡ് നൈട്രജന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് -196°C അപ്പൊ -196°C പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ഈ ലിക്വിഡ് നൈട്രജൻ. ആ ഒരു മെത്തേഡിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും, അതിനൊന്നും തന്നെ പറ്റാതെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പോളൻ ഗ്രെയിൻസിനെ കുറിച്ചിട്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അതിന് 2 ലെയേർഡ് വാൾ ആണ് ഉള്ളത്. ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയറിനെ എക്സൈൻ എന്ന് പറയുന്നു, ഇന്നർ ലെയറിനെ ഇൻഡൈൻ എന്നാണ് പറയുന്നത്. അതിൽ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ആണ് സ്പോറോപോളിനിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പോറോപോളിന് കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അതിപ്പോഴും ഓർത്തു വെക്കുക. ഒന്നെന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഹൈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ് ആൽക്കലീസ് ഇതിനൊക്കെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഒരു എൻസൈംസിനും സ്പോറോപോളിനെ ഡീഗ്രേഡ് ചെയ്യാൻ, എന്നുവെച്ചാൽ നശിപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അതവിടെ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്.
പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്നർ ലെയറിനെ കുറിച്ചിട്ടായിരുന്നു. ഇന്നർ ലെയർ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടും അതുപോലെ തന്നെ പെക്റ്റിൻ കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ചെയ്യുന്നത് 2 സെൽസ് ആയിരിക്കും. വെജിറ്റേറ്റീവ് സെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറേറ്റീവ് സെല്ല് വരുന്നുണ്ട്. ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നത്. ജനറേറ്റീവ് സെൽസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാലാണ് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ചില കേസസിൽ ടു സെൽഡ് കണ്ടീഷനിൽ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാറുണ്ട്, ചില കേസസിൽ 3 സെൽഡ് കണ്ടീഷനിലാണ് പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞതും അഡ്വാൻറ്റേജസ്, പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എനർജി റിച്ച് ആയതുകൊണ്ട് തന്നെ പോളൻ ടാബ്ലറ്റ്സ് അതുപോലെ തന്നെ പോളൻ സിറപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. റൈസ് ഹോഴ്സസിന്റെയും അത്ലറ്റ്സിന്റെയും ഒക്കെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഇത്തരത്തിലുള്ള പോളൻ ടാബ്ലറ്റ്സ് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് പോളൻ വയബിലിറ്റി. എത്ര നേരം അത് ആക്റ്റീവായി നിൽക്കുന്നു അതിനെയാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ സ്പീഷ്യസിന്റെയും കേസസിൽ ഓരോ പോലെയായിരിക്കും വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം.